കേരളത്തിൽ 10,000 കോടി രൂപയുടെ കപ്പൽ നിർമ്മാണശാല സ്ഥാപിക്കാൻ ടാറ്റ ഗ്രൂപ്പ് അനുമതി തേടിയിട്ടുണ്ടെന്ന മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ വെളിപ്പെടുത്തൽ ടാറ്റ ഗ്രൂപ്പ് ഉന്നത ഉദ്യോഗസ്ഥൻ തള്ളി. എക്കണോമിക് ടൈംസ് ഇൻഫ്ര പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് കേരളത്തിലോ ഇന്ത്യയിൽ മറ്റെവിടെയെങ്കിലുമോ ഇത്തരമൊരു പദ്ധതി നിലവിൽ ടാറ്റ ഗ്രൂപ്പിന്റെ പരിഗണനയിലില്ല എന്ന് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയത്. നമ്മൾ സംസാരിച്ച് അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ഈ മേഖലയിൽ. വളരെ ശ്രദ്ധിച്ച് അദ്ദേഹം ഈ വിഷ്വലിൽ അവസാനം പറയുന്ന ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. കേരളത്തിന്റെ ഒരു ഇൻട്രസ്റ്റും എല്ലാ ഇൻട്രസ്റ്റും പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് മാത്രമേ ഏത് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവുള്ളൂ. വളരെ സൂക്ഷ്മതയോടുകൂടി എക്സ്പേർട്ടുകൾ അത് പരിശോധിച്ച് നമ്മുടെ ഒരു ഇൻട്രസ്റ്റിനെയും ബാധിക്കില്ല എന്ന് ഉറപ്പുവരുത്തി വന്നവർക്കൊക്കെ കയറി മേലുള്ള സ്ഥലമൊന്നും ഇവിടെ കൊടുക്കൂല. കേരളത്തിൽ 10,000 കോടി രൂപയുടെ നിക്ഷേപത്തിന് ടാറ്റ ഗ്രൂപ്പ് അനുമതി തേടിയതായും 1 മാസത്തിനകം സർക്കാർ ഇതിന് അംഗീകാരം നൽകുമെന്നുമായിരുന്നു മുഖ്യമന്ത്രി ബ്ലൂംബർഗ് അഭിമുഖത്തിൽ വ്യക്തമാക്കിയത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഈ അവകാശവാദം ടാറ്റ ഗ്രൂപ്പിനെ അമ്പരപ്പിച്ചതായാണ് എക്കണോമിക് ടൈംസിന്റെ റിപ്പോർട്ട്. വിഷയത്തിൽ ഔദ്യോഗിക വക്താവ് അവരുടെ ഇമെയിലിനോട് പ്രതികരിച്ചില്ലെങ്കിലും പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഉന്നത ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനകളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം അധികം വൈകാതെ തന്നെ ഫലങ്ങൾ കാണിക്കാനുള്ള അമിത സമ്മർദ്ദം മൂലമാകാം, അല്ലെങ്കിൽ തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാകാം മുഖ്യമന്ത്രി ഇത്തരമൊരു അവകാശവാദം ഉന്നയിച്ചതെന്നായിരുന്നു ഉദ്യോഗസ്ഥന്റെ പ്രതികരണം.